ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് മാവും അതിനോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു പറാത്ത റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഉലുവ ചീര ഇല, അതായത് നമ്മൾ കസൂരി മെത്തി ഇല, ഇതാണ് ഉണക്കിയ കസൂരി മെത്തി ഇലയാണ്. ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന മാതിരി നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ പറാത്തയും നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് കൊണ്ടൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഗോതമ്പ് മാവ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടല്ലോ, പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് ഈ ഒരു രീതിക്ക് കിട്ടും. സെപ്പറേറ്റ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓരോ ഉരുളകളായിട്ട് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇതുപോലൊന്ന് പരത്തി കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം. ഇനി നമുക്കിതിനെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇതാക്കണം. അതിന് ശേഷം ഇതുപോലെ ഈ ഒരു രീതിക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇതുപോലെ എല്ലാം ഒന്ന് പിടിച്ച് നല്ല ഇതായിട്ട് ഒന്ന് കൊടുക്കണം. കാരണം ഇതൊന്ന് ലെയറായിട്ട് നമുക്കിത് ലെയർ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പം നമ്മളിന്ന് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് പരത്താനായിട്ട് പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് മാവും കൂടെ ഒന്ന് തൂക്കിയതിന് ശേഷം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു രുചി. ഇനി നമുക്കിതിന് നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ പരത്താനായിട്ട് പോകുന്നത്. ആ ഒരു രീതിയിലൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കുന്നതെല്ലാം നമുക്ക് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് തവയിലിട്ടിട്ട് ചുട്ടെടുക്കാൻ നേരത്ത് നിങ്ങൾ കുറച്ച് ഓയിലോ അതുപോലെ അതല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒക്കെ വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടെ സ്വാദായിരിക്കും. കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരറിയാതെ തന്നെ അതങ്ങ് കഴിച്ചോളും. അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ എടുക്കാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ ആ ഒരു വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഞാൻ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കണ്ടല്ലോ, അപ്പോൾ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊന്തി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യും കൂടെയൊക്കെ ഒന്ന് തൂക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. കാരണം ഈ ഒരു ഉലുവ ചീരയിലയുടെ കാരണം മണം ഭയങ്കര ഇതാണ്. അപ്പം അതിഷ്ടമുള്ളവർ ഉലുവ ചീരയിലയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ ചുമന്ന ചീരയിലയോ പച്ച ചീരയിലോ മുരിങ്ങയിലയോ ഒക്കെ ചേർത്തിട്ടാണെങ്കിലും ഇതുപോലൊരു പറാത്ത ഉണ്ടാക്കി കൊടുത്താൽ മതി. അവരറിയില്ല ഇതെന്താണ് കൊടുക്കുന്നത് എന്ന്. ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കൊണ്ട് അറിയാതെ തന്നെ അങ്ങ് കഴിച്ചോളും, വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇതിനോടൊപ്പം ഞാൻ എടുക്കുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയും ഈ ഒരു പറാത്തയും ചേർത്തിട്ടാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, നല്ല പൊന്തി നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജൊക്കെ ആണെങ്കിലും ക്യാബേജ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് അത് ചേർത്തിട്ടാണെങ്കിൽ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ചിലർ ഈ പുതിനയില ചേർത്തിട്ട് ചെയ്യും. പുതിനയിലേൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കത് ചേർത്തിട്ട് ചെയ്യാം. നമ്മൾ ഇതിലോട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ഇല എന്നൊന്നുമില്ല. ഏത് ടൈപ്പ് ഇലയാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഏത് ടൈപ്പ് ഇലയാണെങ്കിലും ചപ്പാത്തിയിൽ ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു രുചി വ്യത്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പറ്റില്ല. കുട്ടികളാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിച്ചോളും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടല്ലോ, ഞാൻ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. കാണാനും നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടല്ലോ, ലെയർ ഫോം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ടേ. 3 ലെയർ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.